ശക്തമായ കാറ്റിലും മഴയിലും വൻ ആൽമരം കടപുഴകി വീട് ഭാഗികമായി തകർന്നു. കരുനാഗപ്പള്ളി പുതിയകാവ് ദേവീക്ഷേത്ര മൈതാനത്ത് നിന്ന് 50 വർഷത്തിലധികം പഴക്കമുള്ള ആൽമരമാണ് കടപുഴകിയത്. സമീപത്തെ വൈദ്യുത ലൈനും തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായിട്ടാണ് പ്രാഥമിക നിഗമനം. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകിയത്. മരം വീണ് കുലശേഖരപുരം പുന്നക്കുളം വൈഷ്ണവത്തിൽ ഓമനക്കുട്ടൻപിള്ളയുടെ വീട് തകർന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമസ്ഥൻ തയ്യൽ തൊഴിലാളിയായ ഓമനക്കുട്ടൻപിള്ള പറഞ്ഞു. വർഷങ്ങളായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവര് എന്തുവാന്ന് അന്വേഷിക്കാൻ പോലും വന്നിട്ടില്ല. രേഖാമൂലം കൊടുത്തിട്ടുണ്ട്, വാക്കാലും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 1, 2, 3 സബ് ഗ്രൂപ്പ് ഓഫീസർമാർ ഇവിടെ മാറി വന്നിട്ടുണ്ട്. അവരെ ഇന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 9:15 മണിക്ക് സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉപ്പാളം പിടിച്ച് ഇറങ്ങി വന്നപ്പം എല്ലാം കൂടെ ചരിഞ്ഞ് വീടിൻ്റെ പുറത്തിരിക്കുക. മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും പോയിരിക്കുക. സാറ് കയറി നോക്കാതെ എല്ലാ ഭാഗങ്ങളും റൂഫിങ് കംപ്ലീറ്റ് പോയി. പിന്നെ കിഴക്കാറ്റ് വീടിൻ്റെ കിഴക്കാറ്റയുടെ ഭിത്തിയെല്ലാം പൊട്ടി താഴോട്ട് വീണ്, ഫ്രണ്ടിലെ ഷെയ്ഡിൻ്റെ ഭാഗം വെള്ളൽ വീണ്, അതാണ്ട് പോർച്ച് കംപ്ലീറ്റ് പോയി. എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ട്, എല്ലാം പോയിരിക്കുക. ഇപ്പം ദേവസ്വം ബോർഡ് ഓഫീസ് ഇവിടെ വന്നിട്ടുണ്ട്. അവർ നടപടികളെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫയർഫോഴ്സുകാർ വന്നവർ താൽക്കാലികമായിട്ട് എന്തോ ഒന്ന് ചെയ്തിട്ട് അവരങ്ങ് പോയി. മരം മൊത്തത്തിൽ മുറിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോഴും വീടിൻ്റെ പുറത്ത് തന്നെ ഇരിക്കുക. കരുനാഗപ്പള്ളി പുതിയകാവ് ദേവീക്ഷേത്ര മൈതാനത്ത് നിന്ന് 50 വർഷത്തിലധികം പഴക്കമുള്ള മരമാണ് കടപുഴകിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30ഓടെയായിരുന്നു സംഭവം. സമീപത്തെ വൈദ്യുത പോസ്റ്റിലേക്കാണ് മരം വീണത്. ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് പലതവണ ദേവസ്വം ബോർഡ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതും പരിഹാരം കണ്ടില്ല. മരം വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ഭിത്തിക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ, വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് കേടുപാടുകൾ പറ്റി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.